വലിയ ആശങ്കയുണ്ടാക്കുന്ന, നമുക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് നവംബർ 26 എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മറ്റു വാർത്തയിലേക്ക് പോകാം. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് മുഖം മിനുക്കി ശംഖുമുഖം തീരം. ഡിസംബർ 4 നാവികസേനാ ദിനാഘോഷത്തിനായി ശംഖുമുഖത്ത് തീരക്കടലിലും ആകാശത്തുമായി നടത്തുന്ന ശക്തി പ്രകടനത്തിനായാണ് തീരം മോടി പിടിപ്പിച്ചത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിശിഷ്ടാതിഥി. തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയാണ് ശംഖുമുഖം തീരം. ഈ ശംഖുമുഖം തീരം കടലെടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. വരുന്ന 4-ാം തീയതി നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് വേണ്ടി ഈ തീരത്തിന്റെ 150 മീറ്ററോളം ദൂരം ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്നായിരിക്കും വിശിഷ്ടാതിഥികളും മറ്റും ഈ നാവികസേനയുടെയും ഒപ്പം വ്യോമസേനയുടെ അടക്കമുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണുക. 200 മീറ്റർ ദൂരത്തിലുള്ള തീരത്തിൽ നിശ്ചിത ആഴത്തിൽ മണൽ നീക്കി ആ ഭാഗങ്ങളിൽ വലുപ്പമുള്ള കല്ലുകൾ നിരത്തിയും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയും ഇതിനു മുകളിലായി നീക്കിവെച്ച മണൽ നിരത്തിയുമാണ് കൃത്രിമ തീരം നിർമ്മിച്ചത്. സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർക്ക് അതത് സുരക്ഷാ വാഹനങ്ങളിൽ പവലിയനിലേക്ക് എത്താനുള്ള തരത്തിലാണ് തീരം ഒരുക്കിയിരിക്കുന്നത്. ശംഖുമുഖത്തെ ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന 4-വരിപ്പാത മുതൽ ആറാട്ട് മണ്ഡപത്തിന് സമീപം വരെയുള്ള തീരം ശക്തമായ കടലേറ്റത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ഈ തീരം തിരിച്ചു പിടിക്കുന്നതിനാണ് 370 മീറ്റർ ദൂരത്തിൽ കൃത്രിമ തീരം നിർമ്മിക്കുന്നത്. നിലവിൽ 150 മീറ്ററോളം ദൂരത്തിലാണ് നാവികസേനയ്ക്കായി തീരം നിർമ്മിച്ചത്. നാവികസേനയുടെ ശക്തി പ്രകടനത്തിന് ശേഷമായിരിക്കും ബാക്കി ഭാഗം നിർമ്മിക്കുക. സേനയുടെ ആയുധക്കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും കാഴ്ചവരുന്നൊരുക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്ക് ശംഖുമുഖം വേദിയാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും തിരുവനന്തപുരത്തേക്കെത്തും. ഇത് കാണാൻ വിശാലമായ പവലിയനും സ്ഥാപിച്ചിട്ടുണ്ട്. ആഘോഷത്തിന് സൗകര്യമൊരുക്കാൻ 14 കോടി രൂപ അടിയന്തര സാഹചര്യത്തിൽ അനുവദിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.